കഡലോഫോബിയ ഉള്ള എന്നെയും കൊണ്ട് കടലും ഡെസേർട്ടും കാണിക്കാൻ കൊണ്ടുപോയ ഒരു ട്രിപ്പായിരുന്നു ഇത്. ഖത്തറിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ഇതുപോലെ ഒരു ലോങ് ട്രിപ്പ് പോകുന്നത്. ഇക്കാന്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട്, ആളുടെ ഫ്രണ്ട്സും എല്ലാവരും കൂടെയാണ് ഈ ട്രിപ്പ് പോയത്. സോ നമ്മൾ എത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു വൈകുന്നേര സമയമായിട്ടുണ്ടായിരുന്നു. ഇവിടെ ഒരു 5 മണി കഴിഞ്ഞാൽ തന്നെ ഇരുട്ടാവാൻ തുടങ്ങും. നമ്മൾ കുറച്ചു നേരം ഡെസേർട്ട് സഫാരി എല്ലാം കണ്ട് താഴേക്ക് ഇറങ്ങി സീ ലൈൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് നമ്മൾ ഇതാ ജെല്ലി ഫിഷ് കണ്ടു. പിന്നെ കുട്ടികൾ ഇങ്ങനെ ക്രാബൊക്കെ പിടിച്ചിട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ഷെല്ലിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അതൊക്കെ അവരിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്തോ ഒരു പരിപാടി നടക്കുന്നുണ്ടായിരുന്നു, അതിൻ്റെ ലൈറ്റ്സ് ആണത്. ശേഷം നമ്മൾ തിരിച്ച് പോയി. അവിടെ നമ്മൾ നേരെ പോയത് വക്ര ബീച്ചിലേക്കാണ്. വക്ര ബീച്ച് നമുക്കറിയാലോ, നമ്മൾ 2 ബീച്ചാണ് കേട്ടോ കാണാൻ പോയത്. നിങ്ങൾ ഓർക്കണം, കടലോഫോബിയുള്ള നമ്മൾ 2 ബീച്ചാണ് കാണാൻ പോയത്. ദെൻ നമ്മൾ ആസ് യൂഷ്വൽ വക്രയിൽ വരുന്നത് എന്തിനാണ്? മീൻ സാപ്പിടാൻ. അപ്പോൾ നേരെ മീൻ കഴിക്കാൻ പോയി. പിന്നെ നിലൂനെ നടക്കാനാണെങ്കിൽ അവിടെ നിറയെ സ്ഥലമുണ്ട്, ആൾക്കാർ ഭയങ്കര കോപ്പറേറ്റീവുമാണ്. ഞാൻ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് പോയി. കുറച്ച് തിരക്കുണ്ടായിരുന്നു, ടേബിളൊക്കെ ഫില്ലായിരുന്നു. അപ്പം നമ്മൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു. പിന്നെ നിലൂന് കളിക്കാൻ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ കുറേ കുട്ടികളുണ്ടായിരുന്നു. പിന്നെ പൂച്ചനെ കണ്ടു, അതിൻ്റെ പിന്നാലെ കുറേ അവൾ കൂടി കളിക്കുന്നുണ്ടായിരുന്നു. ഒരു പേടിയില്ല പെണ്ണിന്. പിന്നെ അവർ കോംപ്ലിമെൻ്ററി ആയിട്ട് തരുന്ന സൂപ്പ് കുടിച്ചു. ശേഷം നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. സോ എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് പാവങ്ങൾ കുറേ കോപ്പറേറ്റ് ചെയ്തു. ശേഷം എല്ലാവരും ഫുഡ് കഴിച്ചു. നല്ല ഫുഡായിരുന്നു. സോ ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെയൊക്കെ ഫുഡ് കഴിക്കാൻ പോകാന്ന് പറയുന്നത് ഒരു പ്രത്യേക വൈബാണ്. എല്ലാവരും ജീരകം തന്ന് പറ്റിക്കുന്നവിടെ ഇവർ ജീരകം മിഠായി തന്നെ നമ്മളെ അതിശയിപ്പിച്ചു. പിന്നെ കുറച്ചു നേരം പുറത്ത് സംസാരിച്ചിരുന്നു. അപ്പോഴാണ് നമ്മൾ അറിഞ്ഞ് അവർക്ക് വേറൊരു കോംപ്ലിമെൻ്ററി സുലൈമാനി ഉണ്ടായിരുന്നു. സോ നമ്മൾ അതും വാങ്ങി കുടിച്ചു. ഏകദേശം 12 മണിയായി.